ഹലോ, ഇതൊരു ചലഞ്ച് വീഡിയോ ആണ്. അമ്മ പറയും മോനാണോ നല്ലത് അതോ മരുമോളാണോ നല്ലത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അമ്മ പറയുന്നതായിരിക്കും. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. അല്ല, അതിലെനിക്ക് ഡൗട്ട് ഉണ്ട്. അമ്മ ചിലപ്പോ പറഞ്ഞു വരുമ്പോ എല്ലാ ലാസ്റ്റ് മോനെ നല്ലത് മാത്രമേ പറയുള്ളൂ. അപ്പൊ വീഡിയോ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആരുടെ പേരാണോ വരുന്നത് അവര് ഇതിലേതെങ്കിലും ഒന്ന് കഴിക്കണം. ഇതിപ്പോ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ പറയാം. കപ്പയ്ക്കുണ്ട്, പച്ചമുളക് ഉണ്ട്, നാരങ്ങ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങൾ രണ്ടുപേരില് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആള്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതില് കൂടുതൽ ഉറങ്ങുന്ന ആളാണ്. വലുതായി ചൊട്ടിയില്ല, നമ്മളെ സ്നേഹം കൊണ്ട് ചൊട്ടിയത്. കുറച്ച് കഴിക്കുന്ന എല്ലാം നിനക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഒരു വട്ടത് ഇപ്പൊ ഒരു ചോദ്യം രണ്ടുപേരും ചെയ്യാത്തതാണെങ്കിൽ അപ്പൊ രണ്ടുപേരും ചോദിക്കണം കേട്ടോ. ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. കൂടുതൽ ചിലവാക്കുന്ന ആൾ. ഇത് രണ്ടും കഴിച്ചു. കപ്പയ്ക്ക് കഴിക്കട്ടെ. ഞാൻ മതി കഴിക്കണം. സങ്കടം വരുന്നു. என்ன ஒரு ஆனந்தம் அந்த கரடி முஞ்சனுக்கு. ശരി, അടുത്തത് കുറച്ച് റെസ്റ്റ് തരണോ? ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കാത്ത ആൾ. ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കാത്ത ആൾ. ഞാൻ ശ്രദ്ധിക്കാറില്ല. രണ്ടുപേർക്കും കിട്ടിയോ? എവിടെ ശ്രദ്ധിക്കുന്നു? മുളക് മുളക് പിന്നെ കുറച്ച് നീ തന്നെ മുളക് ഞാൻ അത്ര ഈസി അല്ല കേട്ടോ. കുറച്ച് വെള്ളം തരുമോ? വീട്ടിൽ പണി ചെയ്യാത്ത ആൾ. അല്ല, രണ്ടുപേരും പണി ചെയ്യാറില്ലല്ലോ. ഞാൻ എന്തെങ്കിലും കമന്നേലും മറിച്ചിട്ടുണ്ടാവും. പച്ചമുളക്. ഞാൻ പച്ചമുളക് ഫണ്ണിയായിട്ട് സംസാരിക്കാത്ത ആൾ. അതായത് സീരിയസ് ആയിട്ട്, അതായത് അധികം തമാശ ഒന്നും പറയാത്ത ആൾ. പാകത്തിന് പറയും, അത് കുറച്ച് സീരിയസ് ആണ്. ഞാൻ ഈ ചോദ്യം പ്രിപ്പയർ ചെയ്യുമ്പോ തന്നെ വിചാരിച്ചത് ലെമൺ. അത് ഇങ്ങനെ പിഴിയണം കേട്ടാ, ഇങ്ങനെ പിഴിയണം. ഇത് ഇങ്ങനെ തിന്നാൻ പാടില്ല, അത് ഫൗളാണ്. റെഡി ആവാൻ കൂടുതൽ സമയം എടുക്കുന്ന ആൾ. അമ്മ ചോദ്യം കേൾക്കണില്ല. അപ്പഴേക്കും ഈ നാരങ്ങ അവനെ വെച്ച് നോക്കുമ്പോ അങ്ങനെ കത്തി അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആൾ.
എന്റെ മകൻ എന്തൊക്കെയാ വാങ്ങിയിട്ടുണ്ടെന്ന് അമ്മ അറിയുന്നില്ല. ഞാൻ ഇവിടെ കഴിച്ചത് നീ എന്തുകൊണ്ടാണ് നീ ഫുഡ് ഇവിടെ ശരിക്കും നേരത്തെ കഴിക്കുക? കഴിക്കില്ല. full unhealthy സാധനം. Healthy ആയിട്ടുള്ളത് കഴിച്ചാൽ ഞാൻ മാത്രമല്ല പച്ചക്കറി. ഞാൻ ഇത് കാണാറുണ്ട്, സ്നാക്സ് കഴിക്കുന്നത് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ കഴിക്കുക. ആ. സത്യം എന്റെ അമ്മ നുണ പറയും. ശരി. ഒരു കാര്യം പറഞ്ഞ് നുണ പറയും. അമ്മ നമ്മളെ പറ. കപ്പയ്ക്ക പിന്നെ അരമണിക്കൂറായി. എന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അരമണിക്കൂറായി അത് പറ്റില്ല. പറഞ്ഞ അനുസരണ തീരെ ഇല്ലാത്ത ആള്. രണ്ടുപേരും ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ആക്കട്ടമ്മ. ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് തന്നെ ആക്കിയാലും മതി. രണ്ടുപേരും ആഹാരം മഴ കൊള്ളണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, അത് അനുസരിക്കില്ല. ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വേണ്ട വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വരും. കഴിപ്പിക്കാം. അമ്മണിയമ്മ എടുക്കുക. അമ്മണിയമ്മ എടുക്കുക ആദ്യം കഴിപ്പിക്ക. എന്നിട്ട് ഞാൻ കപ്പക്കെടുക്കാം. പൈസ ഇല്ല ചാച്ചന്നെ കഴിയും. മുഴിഞ്ഞ തൊണ്ടയും ചാമ്പി നല്ലതാണ്. സൈക്കോ ഇതിലെ ഏറ്റവും സൈക്കോ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരെയാണ്? അതായത് കുറച്ച് പ്രാന്ത്. രണ്ടുപേരും തോന്നിയ രണ്ടുപേരും ആക്കണം. ഒരാളെ തോന്നി ഒരാളെ മാത്രം ആക്കാൻ പാടില്ല. അപ്പൊ ദൈവം ചെയ്ത് മനസ്സിൽ കുറച്ച് സത്യസന്ധത ഉണ്ടെങ്കിൽ ആക്കി കഴിഞ്ഞാ പച്ചമുളക് കരഞ്ഞ് കൈ കാലും പിടിച്ചത് കൊണ്ടാണ് ഇപ്പൊ അമ്മ എന്നെ തയ്ക്കുന്നത്. ഒന്നല്ല. നമ്മുടെ ഈ വീട്ടിലെ പെറ്റ്സിനെ തീരെ തിരിഞ്ഞു നോക്കാത്ത ആള്. തിരിഞ്ഞു നോക്കാം. തീരെ അല്ല, പക്ഷെ നെന്നെ വെച്ച് നോക്കുമ്പോ അവൻ കമ്പ. പച്ചമുളക് സാഗര ഇങ്ങനെ പച്ചമുളക് കഴിച്ചാലേ അറിയാലോ അല്ലേ അവസ്ഥയാവും. പിന്നെ നീ പച്ചമുളക് മാത്രം കേൾക്കണം. നിനക്ക് നിന്നെ നാരിനെയാണ്. ഫാമിലി ആയിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് ആർക്കാണ് കമ്പാരിറ്റീവ്ലി? எப்படி உன்னால மட்டும் முடியுது? നിനക്ക് എന്തെങ്കിലും സത്യസന്ധമായ ഉത്തരവാണ് ഇത്. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മെഡിസിൻ മേടിച്ച് തന്നെങ്കിൽ ഞാൻ പോണം. എന്റെ ആത്തിന് സ്നേഹിക്കണത് ഞാന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ വേണം. എന്നിട്ട് അറ്റാച്ച്മെന്റ് എനിക്കില്ല. അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ കമ്മിയല്ലേ? നിങ്ങൾ രണ്ടാളും വെച്ച് കമ്പയർ ഒരു പൊടിക്ക് പച്ചമുളക് തിരിച്ചു. പച്ചമുളക് വേണ്ട. അത് അമ്മ പറഞ്ഞോണ്ട് മാത്രം. അമ്മ പറഞ്ഞില്ലെങ്കിൽ അതാണ്. പക്ഷെ അമ്മക്ക് വേണ്ടിട്ട് കഴിപ്പിക്കാം. ഡ്രസ്സിംഗ് സെൻസ് തീരെ ഇല്ലാത്തത് ആർക്ക്? എന്തെങ്കിലുമൊക്കെ ഇത് പറയുന്നത് ചലഞ്ച് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് വിനയ്ക്കാണ്. അപ്പൊ നമ്മളെല്ലാം നന്ദി ആർക്ക് പറയണം? അമ്മയ്ക്ക്. എനിക്ക് അത്ര നന്ദിയില്ല. അവസാനം തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുന് ഇനിയും ജീവിതം ബാക്കി. അപ്പോ വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ പറയും. ബൈ.